അസ്സലാമലൈക്കും, നമസ്കാരം. എന്താ മക്കളെ വിശേഷങ്ങൾ? സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല മഴയാണ് അല്ലേ? മഴ കൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് തന്നെ അറിയില്ല. അപ്പം നമ്മൾ ഇന്ന് കറി വെക്കണത് എന്താ വെച്ചാൽ കിഴങ്ങ്, സവോള, തക്കാളി, പച്ചമുളക്, ചെറിയുള്ളിയൊക്കെ തേങ്ങയൊക്കെ അരക്കാനുള്ള കേട്ടോ. ഞാനൊരു 2 കിഴങ്ങ് എടുത്തു, ഒരു വലുതും ഒരു ചെറുതും, ഒരു സവോള, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കറിക്ക് എത്ര ആവശ്യമുള്ളത് വെച്ചാൽ എടുക്കുക ആൾക്കനുസരിച്ച്. അപ്പം നല്ലൊരു അടിപൊളി കറിയാണ് വെക്കുക. മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്നാലും മണ്ടില്ല. മഴ പെയ്യാച്ച നമുക്ക് തിന്നാതെക്കാൻ പറ്റൂലല്ലോ അല്ലേ? നല്ല മഴയാണ് മക്കളെ, പെരുമഴ. മഴ പെയ്തിട്ട് പറയല്ല കേട്ടോ, നമുക്കിങ്ങനെ ഓരോ കേൾക്കായൊക്കെ ഉണ്ടാവും, അതിന് പറഞ്ഞേന്നുള്ളൂ. മഴ ഇല്ലാഞ്ഞാലും നമ്മൾ കുടുങ്ങില്ലേ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ട് ആ സവോള ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിന് മധുരം ഇട്ടും കറിക്ക്. അപ്പോൾ കറിക്ക് മധുരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ഇതിൽ മധുരം ഒന്ന് പോകണം, എന്നാലേ കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഉള്ളി ഞാൻ ഇതുപോലെ കേട്ടോ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളേ. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലാട്ടോ വെക്കണേ. നമ്മൾ കാണുന്നില്ലേ, ഇതാ കിഴങ്ങിട്ട്, തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടിയാണ് ഇടും. ഓരോന്നായിട്ട് കാണിച്ചു തരാം. കുറച്ച് സൗകര്യക്കുറവുണ്ട് മക്കളെ. ഇന്നലെ ഗ്യാസ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ പുറത്ത് അടുപ്പത്തു നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മഴൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ, നമ്മൾ ക്ഷമിക്കുക. ഇതാ എരിവുള്ള മുളക് പൊടി ഇച്ചിരി, 1 സ്പൂണ് നിറച്ചു കൊടുക്കുന്നു. പിന്നെ മല്ലിപ്പൊടി, ഇത് നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി കേട്ടോ, 1 സ്പൂൺ. അത് ഇല്ല, 1 സ്പൂണല്ല, 2 സ്പൂണ്. പിന്നെ നമ്മളിടുന്ന മഞ്ഞൾപ്പൊടി നല്ലോണം നിറച്ചൊന്നും വേണ്ടതാ, ചെറിയ മഞ്ഞൾപ്പൊടി കുറച്ച്. പിന്നെ നമ്മളിടുന്ന ജീരകപ്പൊടിയാണ്, വലിയ ജീരകം പൊടിച്ചെത്തതാട്ടോ. പിന്നെ നമ്മളിടുന്ന ഉപ്പാണ്, ഉപ്പ്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയിട്ടാണ്ട് വെച്ചാൽ മതി. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉണ്ടാകും. നമ്മൾ അടുപ്പത്തിട്ട് കൊടുക്കും. കേൾക്കുന്നുണ്ടോ എന്താ സ്ഥിതി? കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഇന്നിപ്പോൾ അമ്മിമൊന്ന് അരക്കേണ്ടി വരും കേട്ടോ, കരണ്ടൊന്നുമില്ല, പെരും മഴയാണ്. ഒരു മുടി കിട്ടാം. ഇനി നമുക്കൊന്ന് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് കുക്കറിലൊക്കെ ഇടണ എന്താ വെച്ചാൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഞാനിപ്പോൾ സമയം നോക്കിയിട്ടല്ല. അത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്ത് കിഴങ്ങും സവോളയും പിന്നെ വേവിച്ചെടുത്തേച്ച് ഞാൻ കിഴങ്ങ് കുറച്ച് തിളച്ച് വെന്തിയും പകുതി ഭാഗാനായപ്പോൾ സവോള ഇട്ടൊട്ടിന്ന് കേട്ടോ. കാരണം നമ്മൾ സവോള ഒന്ന് വാട്ടി വെച്ചതാണല്ലോ. അപ്പോൾ അതവിടെ അടുപ്പത്തുണ്ട്.
ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അമ്മിമേലെ അരക്കാൻ പറ്റുള്ളൂ, ഭയങ്കര മഴ മക്കളെ, കരണ്ടൊന്നുമില്ല. അമ്മിമ വെച്ച് അരക്കട്ടെ മക്കളെ, കരണ്ടില്ലേക്ക്. ഇതണ്ടില്ലേ, ഒന്നിങ്ങോട്ട് വാടി വന്നിട്ടുള്ളൂ കേട്ടോ. തേങ്ങ തോനെ വറുക്കേണ്ട ആവശ്യമില്ല. തോനെ വറുത്താൽ വേറൊരു ഇതാവുക. അപ്പം നമുക്ക് ഒന്ന് ആ പച്ചച്ചോവ ഒന്ന് പോവാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ അമ്മിമ പിന്നെ അരച്ചെടുക്കുക കേട്ടോ. അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കരണ്ടില്ല, ഞാൻ എന്ത് ചെയ്യാനാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അമ്മിയുള്ളവർ. നമുക്ക് അരക്കാൻ ഭയങ്കര ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് സുഖമില്ലാത്തതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ഊരവേദന ആയതുകൊണ്ട് അങ്ങനത്തെ പണിയൊന്നും എടുക്കലില്ല മക്കളെ. ഒക്കെ മിക്സിയിലാണ് അരക്കൽ. അപ്പം ഇന്നിപ്പോൾ അത് നോക്കി നിന്നിട്ട് കാര്യമല്ല. ഇന്ന് കരണ്ട് വരുമോയെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി മതി. ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മയൊക്കെ ഉള്ളവർ ഇങ്ങനെ അരച്ചുണ്ടാക്കി നമ്മളെത്രയോ കാലം ഇങ്ങനെയൊക്കെ വെച്ചതാണ്. ഇപ്പോഴല്ലേ മിക്സിയൊക്കെ ഉണ്ടായത്. ഇപ്പോഴല്ല, കുറച്ചായി. എന്നാലും നമ്മളവിടെയൊക്കെ വാങ്ങിയിട്ട് അതിനത്രയും കാലമൊന്നും ആയില്ല. അപ്പോൾ അതാ അങ്ങനെയാണ്ട് ഉണ്ടാക്കുക. അപ്പം ഇനി അരച്ച തേങ്ങ, അമ്മിമ അരച്ച തേങ്ങ ഇതിലാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ. അമ്മിമേന്ന് പറയുന്നത് എന്താണെന്നറിയാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും ഗതിയായിട്ട് അരച്ചുണ്ടാക്കണം. നല്ല ടേസ്റ്റേ കാര്യം, അത് വേറെ കാര്യം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അമ്മിയുള്ളവർ ടേസ്റ്റ് ഇല്ല നിങ്ങൾ എന്നോട് പറഞ്ഞു. കുറച്ചുകൂടി വെള്ളമാണ്, അതാണ് ഒഴിച്ചു. ഇതൊന്നാണ് തിളച്ചിട്ട് ചെറുതായിട്ട് ഒരു വറവിടും. ഇത്രയേ ഉള്ളൂ പണി. ഒരു ചട്ടി വെച്ച് ചൂടായി, തേങ്ങ അതിൽ ഒഴിച്ച് തിളച്ച് വാങ്ങി വെച്ചിട്ടോ. ചൂടായ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് വറവ് കിട്ടണമല്ലോ. മഴ കൊണ്ട് കേൾക്കൂല ഇയാളെ ഞാൻ പറയുന്നൊന്നും. നമുക്കൊരു ലേശം ഇറച്ചി മസാല ഇട്ടാൽ നല്ലൊരു ഇറച്ചിക്കറിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ശകലം ഇച്ചിരി ഇട്ടാൽ മതിയേ. ഒരു 3 ചെറുള്ളി അരിഞ്ഞ് വെക്കുക. കരണ്ടില്ല വിചാരിച്ചപ്പോൾ നമുക്ക് ചാറ് വെക്കണ്ടല്ലേ. കറി ഉണ്ടാക്കാഞ്ഞാൽ ശരിയാവില്ല. അപ്പം അങ്ങനെയൊക്കെ കണ്ട് ഉണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നാലും ഇപ്പോൾ കുറേ കേസാണ്. കേട്ട് മടുത്ത് തെറി മാത്രം മക്കളെ പറയുന്നത്. അപ്പം എന്നാലും എങ്ങനെ ഒരു തെറി അറിഞ്ഞാലും ഓൽക്കേ ആളുള്ളൂ. നമ്മൾ ഈ മര്യാദയ്ക്ക് ചെയ്യണവർക്കൊന്നും ആളില്ല. ഒരു പാവാണ്, മറ്റേതാണ്, മറിച്ചതാണ് അറിഞ്ഞു. ഒരു പാവാണെങ്കിൽ ഓലെ തൊള്ളയെന്ന് അറിഞ്ഞു വെക്കേണ്ടത്. എത്ര ആൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ. എന്തൊരു അനാവശ്യമാണ് പറയുന്നത് ഓരോരുത്തർ വന്ന്. നമ്മൾ മര്യാദയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങളാരും ഇത് കാണൂല്ല, കേൾക്കില്ല, നിങ്ങൾക്ക് മൈൻഡും ഇല്ല. പിന്നെന്താ നമ്മൾ ചെയ്യുക? അപ്പോൾ ഇത് വറവിട്ട് ഞാൻ അതിലേക്ക് ലേശം ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയോളി. ഞാൻ ഉള്ളി വറവായപ്പോഴേ നമുക്കിത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ തീയൊന്നും കുറക്കാൻ പറ്റില്ല. നമുക്കൊരു ഇച്ചിരി മസാലപ്പൊടി, ഒരു പിഞ്ച്, ഒരു 4 സ്പൂൺ. അപ്പോൾ നമ്മൾ കറിവേപ്പിട്ട്, ഉള്ളിയിട്ട്, വറ്റൽമുളകിട്ട്, ഇറച്ചി മസാല ഒരു പിഞ്ചിട്ട് ഇനി നമ്മളിത് തീക്കും പാടും. എന്താ മഴ അറിയങ്ങൾ. നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതണ്ട. അപ്പോൾ ഇതിക്ക് നിങ്ങൾക്ക് ചുമന്ന കളറാണ് കാണുന്നത്. ഈ കളറല്ല, നല്ലൊരു ബീഫ് കറീൻ്റെ കളറാട്ടോ.
അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറച്ചി മസാലയും നല്ല ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്മിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതെക്കണ്ട, മിക്സിയിലുണ്ട് അരച്ചുണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒന്ന് കരണ്ടില്ലാത്തതുകൊണ്ട് അതിലരച്ച, എനിക്ക് പറ്റണ അന്നൊക്കെ ഞാൻ അമ്മിമേല അരച്ചത്. അപ്പോൾ ഉരവേദന ആയതുകൊണ്ട് ചെയ്യാഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് അതാണ് ഏറ്റവും ടേസ്റ്റും നല്ലതും. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കരുത്. അല്ലാതെ നിങ്ങൾ ഈ എന്താണ് യൂട്യൂബുകൾ തുറക്കുമ്പോഴത്തേനുള്ള തെറിയും കച്ചറിയും അതിൻ്റെ പുറകെ തന്നെ പോകാൻ നിൽക്കണം. അങ്ങനെ പാവങ്ങളൊക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി.